എല്ലാവരും ദുഷ്ടശക്തിയുള്ള അസ്ഥികൂടനിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയെ കാത്തുസൂക്ഷിക്കുന്നു. ഇരുട്ടിന്റെ ശക്തിയെ പറയുന്നത് കേൾക്ക, ഈ പാറ ഉടച്ച് തുറക്കൂ. എന്താ എന്റെ ഒരു ജാലവിദ്യയും ഫലിക്കുന്നില്ലല്ലോ? നശീകരണ ശക്തിയുള്ള ഞങ്ങളുടെ രാജകുമാരൻ മാൽക്കം കുറച്ചുനാളായി ഇതിനകത്താണ്. ഈ ക്രിസ്റ്റലിൽ നിന്നും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്തായി? പൂർവികരുടെ ശക്തി വളരെ ഭയങ്കരമാണ് കിങ് വോങ്. അത് നിന്നെ കൊണ്ട് മാത്രമേ കെട്ടഴിക്കാൻ പറ്റൂ. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സുഹൃത്തെ. അപ്പോൾ പോയി എടുത്തിട്ട് വരൂ. ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുത്തതിൽ വളരെ നന്ദിയുണ്ട് ഹീമാൻ. ഞാൻ എങ്ങനെ വരാതിരിക്കും? വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമല്ലേ നിങ്ങളുടെ മുൻഗാമികൾ തന്ന ഈ മാന്ത്രിക ദണ്ഡ് പുറത്തെടുക്കുന്നത്? ആട്ടെ, ആ മാന്ത്രിക ദണ്ഡ് എന്തൊക്കെ ചെയ്യും? കണ്ടോളൂ. ശത്രുക്കളെ തടയൂ. അയ്യോ, ഞാൻ ഈ ഫോട്ടോൺകാരനെ നിനക്ക് ഉപയോഗിക്കാൻ അറിയാമോ? പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ വേഗം പഠിച്ചോളാം. ആ ഉഷ്ണരശ്മികളെ തടഞ്ഞേ പറ്റൂ. പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം. എന്തെങ്കിലും പറ്റിയോ നിങ്ങൾക്ക്? നല്ല കാലം, ഒന്നും സംഭവിച്ചില്ല. എല്ലാ സേനാവ്യൂഹങ്ങളും ഉടൻ തന്നെ തിരിച്ചു വരൂ. മാൽക്രോമിനെ രക്ഷിക്കാനുള്ള മാന്ത്രിക ദണ്ഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ജീവികൾ ഏതാണ് ഡെലോറ? എനിക്കൊന്നും അറിയില്ല ഹീമാൻ. അവര് പക്ഷി മനുഷ്യനെ കടത്തിക്കൊണ്ടുപോയത് മാത്രം അറിയാം. അതിലൊരുത്തൻ മാൽക്രോമാണെന്ന് പറഞ്ഞു. മാൽക്രോമോ? കോട്ടയിലേക്ക് പോയാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാം. ഡെലോറ, പക്ഷി മനുഷ്യനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷി മനുഷ്യൻ എന്റെ സഹോദരനാണ് ഹീമാൻ. ഞാനും നിങ്ങളുടെ കൂടെ വരാം. ശരി, വാ. ശരി, പറഞ്ഞു തരൂ പക്ഷി മനുഷ്യ, ഈ മാന്ത്രിക ദണ്ഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നിനക്ക് ഞാനിത് പറഞ്ഞു തരില്ല. തീർച്ചയായിട്ടും നീ പറയും. നിന്നെ കൊണ്ട് പറയിക്കും. ഇതാണ് മോൾഗ്രാം. ഇവനുണ്ടെങ്കിൽ ടോറക്സിന് ജയിക്കാനാവില്ല. അതുകൊണ്ട് അവന്റെ കാരണവന്മാര് ഒരു ക്രിസ്റ്റലിന്റെ ഉള്ളിലാക്കി ഒരു ഗുഹയിൽ അവനെ അടച്ചിട്ടു. എന്താ ഗുഹയിലോ? അത് ആലോചിക്കുമ്പോഴേ ഭയങ്കര പേടി തോന്നുന്നു. ആവിയാന്റെ മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ച് മോൾഗ്രാമിനെ മോചിപ്പിക്കാൻ പറ്റും. അവന് ഗ്രേസ്കലിനെ നശിപ്പിക്കാനുള്ള ശക്തി തന്നെയുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഉടനെ പുറപ്പെടാം. ഇനി ഇതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞേ പറ്റുമെന്നുണ്ടോ? ആ മാന്ത്രിക ദണ്ഡ് ദുഷ്ടശക്തിക്കായി ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റിയാവണം. ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് ഇറ്റാനിയുടെ പ്രതിച്ഛായ തന്നെ മാറും. ഈ വിവരം നിങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്.
ആ ജന്തുക്കൾ ഇവിടെയുള്ള ഏതോ ഒരു ഗുഹയിലാണ് ജീവിക്കുന്നത്. ഇത്രയും ഭയങ്കരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇതിലേ വരൂ. നമ്മളെ ആക്രമിക്കാൻ വരുന്നു. യുദ്ധത്തിനുള്ള സമയമായി കഴിഞ്ഞു. വരൂ ഹീമാൻ. അസ്ഥി കൂടാ. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥ പക്ഷി മനുഷ്യൻ. ബാക്കിയുള്ളവരെല്ലാം എന്റെ മാന്ത്രിക ശക്തിക്ക് ഉൾപ്പെട്ടവരാണ്. ധൃതി പിടിച്ച് തെറ്റൊന്നും കാണിക്കരുത്. ഇതിൽ നിന്നും യഥാർത്ഥ പക്ഷി മനുഷ്യനെ കണ്ടുപിടിക്കണം. എന്റെ സഹോദരൻ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഞാൻ നിന്റെ സഹോദരിയാണ്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. നീ കുടുങ്ങിയിരിക്കുന്ന മായ വലയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വാ. നിർത്തൂ. അതാണ് യഥാർത്ഥ പക്ഷി മനുഷ്യൻ. ഞാൻ ആരാന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് പോകാം. നീ ഇപ്പോൾ അസ്ഥികൂടന്റെ മായ വലയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഏവിയാനിൻ മാന്ത്രികതണ്ടേ, ഞാൻ ആജ്ഞാപിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരിക? ഇതാണോ? ആരാത്? നമുക്കിടയിൽ തീർക്കാനുള്ള ഒരു കണക്ക് ബാക്കിയുണ്ട്. സത്യമാണ് ഹീമാൻ. അത് തീർക്കാനുള്ള സമയവും വന്നു കഴിഞ്ഞു. എന്തിനാ ധൃതി കാണിക്കുന്നത്? ആദ്യം മാൽക്രമിനെ വന്ദിക്കൂ. മാൽക്രം, ഞാൻ നിനക്ക് ജീവൻ നൽകിയിരിക്കുകയാണ്. ഉടനെ എന്റെ ശത്രുക്കളെ നശിപ്പിക്കൂ. തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും മാൽക്രമും ഗ്രേസ്കലിനെ നോക്കിക്കോളാം. ഈ മാന്ത്രിക നെട്ടിനെ ഭദ്രമായി സൂക്ഷിക്കണം. വാങ്, ഞാൻ തിരിച്ചു വന്ന് ഇതിന്റെ രഹസ്യങ്ങളെ കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ്. മാൽക്രം, ആദ്യം ഈ മാന്ത്രിക ദണ്ഡ് എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിക്കണം. അതിനുശേഷം ഞങ്ങൾ തിരികെ എത്തി ഈ ചുവരിലുള്ള എല്ലാ ദ്വാരങ്ങളും ശരിയാക്കാം.
നമ്മൾ കുടുങ്ങിയല്ലോ. ഇപ്രാവശ്യം അസ്ഥികൂടൻ നമ്മളെക്കാളും ശക്തനായി. പെട്ടെന്നൊരു തീരുമാനം വേണ്ട. ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു വഴിയുണ്ട്. ഇരുമ്പ് മനുഷ്യ, വീരമിത്ര, എനിക്ക് ഗ്രേസ്കേലിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. മറ്റുള്ളവർ ആ മാന്ത്രിക ദണ്ഡ് കൊണ്ടുവരൂ. അത് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപായിട്ട്. എന്താ മോൾഗ്രാമോ? എങ്ങനെയെങ്കിലും അതിന് ഞാൻ തടയാൻ നോക്കട്ടെ. കോട്ട ശക്തിയുള്ളതാണ്, എങ്കിലും ഉടച്ചു തന്നെ ആകണം. എന്താ ആശ്ചര്യമായി നോക്കുന്നത് അസ്ഥികൂടാ? എന്താ, നമുക്കൊന്ന് പൊരുതി നോക്കാമോ? അങ്ങനെയാണോ? ഇപ്പോൾ നോക്കാമോ? അവരുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിട്. ഞാൻ പോയി മാന്ത്രിക ദണ്ഡ് എടുത്തോണ്ട് വരാം. ഇതൊക്കെ എനിക്ക് സാധാരണ മാജിക്ക് വെച്ചൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ, വിചാരിച്ചത് നടക്കുന്നല്ലോ. അവസാനം അവര് തള്ളിയിട്ടു. അവന്മാരെ പിടി. അവിടെ എന്താണ് പ്രശ്നം? അതാ മാന്ത്രിക ദണ്ഡ്. അതെന്റെ അടുത്ത് തന്നേക്കോ. അതിന് പകരം ഇത് തരാം. ഇന്നാ എടുത്തോ. സ്നേഹത്തോട് പറഞ്ഞ് കേക്കില്ലെന്ന് തോന്നുന്നു. അവന്മാരെ ഞാൻ നോക്കിക്കോളാം. ഇവന്മാരെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഇനിയിപ്പോ എന്താ ചെയ്യുക? അതിനെ എങ്ങനെയെങ്കിലും ഉടനെ തടഞ്ഞേ പറ്റൂ. ഇപ്പൊ എന്റെ സഹായം ആവശ്യമുണ്ട്. എന്തു പറ്റി? നിനക്ക് പരിക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. നീ ഗ്രേസ്കേലിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. ശരി, ഞാൻ തന്നെ ജോ ബ്രിഡ്ജിനെ തുറക്കാം. അസ്ഥികൂടൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അകത്ത് കിടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരൻ എന്റെ സഹായം ആവശ്യമുണ്ട്. ഞാൻ നോക്കിക്കോളാം, വിഷമിക്കാതെ. ഇപ്പൊ നോക്കിക്കോ.
മനുഷ്യ അവിടുന്ന് വന്നേക്ക്. വെടിവെക്കണ്ടേ ലോറ? നല്ല കാലം എല്ലാരും പേടിച്ചോടിപ്പോയി. നമുക്കിപ്പോ ലീലയെ സഹായിക്കണം, വാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും സംഭവിച്ചില്ല. നമുക്കിപ്പോ സമയം കുറവാണ്. ഏവിയാന്റെ ഈ മാന്ത്രികത പൊട്ടിത്തെറിക്കാൻ പോവാണ്. ഉടനെ തന്നെ ഇത് ഹീമാന്റെ കയ്യിൽ എത്തിക്കണം. അസ്ഥിയുടനെ ഈ ജോം ബ്രിഡ്ജ് തുറക്കാൻ അനുവദിച്ചുകൂടാ. ഇത് ഒരുപാട് സമയം പിടിച്ചു നിൽക്കാനാവില്ല. പിടിച്ചോ മാൽക്രോം, ഈ മാന്ത്രിക ദണ്ഡന്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഹീമേൻ! ഈ മാന്ത്രിക ദണ്ഡ് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. നീ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോ. ആ മാൽക്രമിനെ വീണ്ടും ക്രിസ്റ്റലിന്റെ ഉള്ളിലേക്ക് തടവിലാക്കി. ഓ, ഈ മാന്ത്രിക ദണ്ഡ് വീണ്ടും പഴയ സ്ഥിതിയിൽ എത്തിയല്ലോ. അതെ, ഇല്ലെങ്കിൽ സ്ഥിതി വളരെ മോശമായിരിക്കും. ഹീമാൻ, വേഗം വരൂ. എന്റെ ശക്തി കുറഞ്ഞു വരുന്നു. അസ്ഥികൂടൻ ഈ ജോം ബ്രിഡ്ജ് തുറന്നു കഴിഞ്ഞു. ഞാൻ വിജയിച്ചു. ഗ്രേസ്കൽ കോട്ട എനിക്ക് സ്വന്തമായി. എന്താ അത്യാവശ്യ കാര്യത്തിന് എന്തോ പോകുവാൻ തോന്നുന്നു. ഇത്തവണ നീ ജയിച്ചു. അടുത്ത തവണ വീണ്ടും നോക്കാം. എപ്പോ വേണമെങ്കിലും നമുക്ക് കണ്ടുമുട്ടാം. ഇപ്പോൾ നമുക്ക് ആഘോഷം ആരംഭിക്കാം. അതിന് ഇനിയിപ്പോ യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. ഹീമാൻ! രക്ഷിക്കേ! എല്ലാവർക്കും പഴങ്ങൾ കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ വീടിന് ചുറ്റും ഇതുപോലെ പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അബദ്ധം പറ്റും. കാണാൻ ഭംഗിയുള്ള പഴങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് നല്ലതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുതിർന്നവരോട് ചോദിക്കണം. കാരണം ശ്രദ്ധയും ആരോഗ്യവും വളരെ പ്രധാനമാണ്. വീണ്ടും നിങ്ങളെ കാണുന്നത് വരെ ബൈ.